ഇന്ന് മകരമാസം 1-ാം തീയതി. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ് മകരമാസം. ഈ മകരമാസത്തിൽ സർവസമൃദ്ധിയും ഐശ്വര്യങ്ങളുമൊക്കെ വരുന്ന വീടുകളിലേക്ക് ഭഗവാൻ അയക്കുന്ന ചില പക്ഷിമൃഗാദികളുണ്ട്. അതായത് അത്തരത്തിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന, അതായത് ഭാഗ്യസൂചകമായി ഈ മകരമാസത്തിൽ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന പക്ഷിമൃഗാദികൾ, അവ വെറുതെ വന്ന് കയറുന്നവയല്ല. ഈ പക്ഷിമൃഗാദികളിൽ ഏതെങ്കിലും നമ്മുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമൃദ്ധി ഈ മകരമാസത്തിൽ നേടിയെടുക്കും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്രകാരം ഭാഗ്യവുമായി നിങ്ങളുടെ വീടുകളിലേക്ക് മകരമാസത്തിൽ വന്നു കയറുന്ന 9 ജീവികളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ മകരമാസത്തിൽ സമ്പന്നതയും സമൃദ്ധിയുമൊക്കെ നിറയുവാൻ പോകുന്ന വീടുകളിലേക്ക് വന്നു കയറുന്ന ആദ്യത്തെ പക്ഷി പരുന്താണ്. ഭഗവാന്റെ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രമേ ഈ ഒരു പക്ഷി വന്നു കയറുകയുള്ളൂ. ഇവ വീടിൻ്റെ മുറ്റത്ത് പറന്നു വന്നിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ മകരമാസത്തിൽ തുടർച്ചയായി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള മരങ്ങളിലോ, അതല്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ പരിസരത്തോ വീടിൻ്റെ മുറ്റത്തൊക്കെയായി നിങ്ങൾ ഈ പക്ഷിയെ കാണുന്നത് പോലും അതീവ ശുഭകരമാണ്. ഇപ്രകാരം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സമാധാനവും സന്തോഷവും സമൃദ്ധിയുമൊക്കെ നിറയുവാൻ പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമതായി, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഈ മകരമാസത്തിൽ വന്നു കയറിയാൽ ഏറ്റവും ശുഭസൂചന നൽകുന്ന ഒരു ജീവിയാണ് മയിൽ. സുബ്രഹ്മണ്യസ്വാമിയുടെ സർവ അനുഗ്രഹവും കടാക്ഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ മാത്രമേ ഈ മയിൽ എന്ന പക്ഷി കൂടുതലായി പ്രത്യക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എപ്പോഴും കാണുവാൻ കഴിയുന്ന ഒരു പക്ഷിയല്ല മയിൽ എന്നുള്ളത്. എന്നാൽ നിങ്ങൾ ഈ മകരമാസത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ വീട്ടുമുറ്റത്തോ വീടിൻ്റെ മുകളിലായോ ഒക്കെ മയിൽ വന്നിരിക്കുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ വന്ന് മയിലിരിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിലും ഇത് അതീവ ശുഭകരമാണ്. ഇപ്രകാരം കാണുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാൻ പോകുന്ന ശുഭകാര്യങ്ങളെ, അഥവാ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമതായി, ഈ മകരമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശുഭസൂചന നൽകുന്ന ഒരു പക്ഷിയാണ് ഓലഞ്ഞാലിക്കുരുവി. വലിയ വലിപ്പമൊന്നുമില്ലാത്ത, കാണുവാൻ വളരെയധികം ഓമനത്വം തോന്നുന്ന ഒരു ചെറിയ പക്ഷിയാണ് ഇവ. നമ്മുടെ എല്ലാം വീടിൻ്റെ മുറ്റത്തും തൊടികളിലുമൊക്കെയായി ചെറിയ പഴങ്ങളും കായ്കളും ഒക്കെ ഭക്ഷിക്കുവാനായി പലപ്പോഴും എത്തുന്ന ഒരു പക്ഷിയുമാണ് ഇത്. എന്നാൽ ഇവരെ തുടർച്ചയായി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭസൂചനയാണ് നൽകുന്നത്. മാത്രമല്ല, അതിരാവിലെ ഇവ നിങ്ങളുടെ വീടുകളിൽ വന്ന് ശബ്ദിക്കുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ നിലനിന്നിരുന്ന കഷ്ടപ്പാടുകളും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയുമൊക്കെ മാറി ഒരു ഐശ്വര്യവും നേട്ടങ്ങളുമൊക്കെ നിങ്ങൾ കൈവരിക്കുവാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നാലാമതായി, ഈ മകരമാസത്തിൽ ഭഗവാന്റെ സർവ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലേക്ക് മാത്രം വന്നു കയറുന്ന ഒരു പക്ഷിയാണ് നാരായണക്കിളി. അതിനാൽ ഈ മകരമാസത്തിൽ ഈ നാരായണക്കിളി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്തൊക്കെയായി വരികയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കിളികൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് കൂടുവയ്ക്കുന്നത്
നിങ്ങളുടെ വീട്ടിൽ മഹാവിഷ്ണു ഭഗവാന്റെ എല്ലാ കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പന്നതയും സമൃദ്ധിയും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു നിറയുവാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു. അഞ്ചാമതായി, ഈ മകരമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ധനവരവും സമ്പത്തുമൊക്കെ വരുവാൻ പോകുന്നതിൻ്റെ സൂചനയായി കയറി വരുന്ന ഒരു ജീവിയാണ് പച്ചക്കുതിര. ഈ മകരമാസത്തിൽ എല്ലാ ദിവസവും സന്ധ്യാസമയങ്ങളിൽ, അതല്ല എന്നുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും നിങ്ങളുടെ വീടുകളിൽ പച്ചക്കുതിരയെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി അധിവസിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇപ്രകാരം പച്ചക്കുതിരയെ നിങ്ങൾ കാണുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി ആറാമതായി, ഈ മകരമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഏറ്റവും ശുഭസൂചനയുമായി വരുന്ന ഒരു പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള്. തുടർച്ചയായി എല്ലാ ദിവസവും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തായി മണ്ണാത്തിപ്പുള്ളുകളെ കാണുകയും അതുപോലെ തന്നെ അതിരാവിലെ അവ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് ശബ്ദമുണ്ടാക്കുകയുമൊക്കെ ചെയ്യുന്നത് ഏറ്റവും ശുഭസൂചനയാണ് നൽകുന്നത്. നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഈ മകരമാസത്തിൽ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ഏഴാമതായി, ഈ മകരമാസത്തിൽ അതിസമ്പന്നയോഗം ഭഗവാൻ സിദ്ധിച്ചിട്ടുള്ള വീടുകളിലേക്ക് മാത്രം വന്നു കയറുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത്. ഉപ്പൻ എന്ന പക്ഷിയെ നിങ്ങൾ കാണുകയും അവയുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത് വരെ അതീവ ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും തൊടികളിലുമൊക്കെയായി നിരന്തരം ഉപ്പനെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ മകരമാസം നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും സമ്പന്നതയുടെയും മാസമാണ്. ഉപ്പൻ വരുന്ന വീടുകളാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അവ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇപ്രകാരം ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഭക്ഷണം സ്വീകരിച്ചിട്ടുള്ള അനുഭവമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് എഴുതി അറിയിക്കുക. എന്നാൽ ഉപ്പൻ അഥവാ ചെമ്പോത്ത്, അതുമല്ലെങ്കിൽ ചകോരം എന്നൊക്കെ പേരുകളിൽ പല നാടുകളിലും അറിയപ്പെടുന്ന ഈ ഒരു പക്ഷി നിങ്ങളുടെ കൈകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നിങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങളുടെ കാര്യസാധ്യവും ധനാഗമനവും ഒക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി എട്ടാമതായി, ഈ മകരമാസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് ഉയർച്ച വരുന്നതിന് മുന്നോടിയായി വന്നു കയറുന്ന ഒരു ജീവിയാണ് അണ്ണാൻ. അണ്ണാൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തായി വന്ന് കൂടുകൂട്ടുന്നതും അതുപോലെ തന്നെ അണ്ണാൻ്റെ ശബ്ദം കൂടുതലായി കേൾക്കുന്നതൊക്കെ ശുഭകരമായ ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം ഏറ്റവും ശുഭകരമായ ഒരു സൂചന എന്ന് പറയുന്നത്, അണ്ണാൻ നിങ്ങളുടെ വീടിൻ്റെ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യുത്തമമായ ഫലങ്ങളെ ആയിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വരെ കയ്യിലെടുത്ത് താലോലിച്ച ഒരു ജീവിയാണ് അണ്ണാൻ. ഇപ്രകാരം അണ്ണാൻ പടികടന്ന് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ എത്ര ദാരിദ്ര്യത്തിൽ കിടന്നിരുന്ന വീടാണെങ്കിലും നിങ്ങളുടെ വീട് കൊട്ടാരമായി മാറുവാൻ പോകുന്ന തരത്തിലുള്ള സമ്പത്തായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അതിനാൽ ഇവ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവയെ ഉപദ്രവിക്കുവാനോ ജീവന് ആപത്താവുന്ന തരത്തിലൊന്നും ചെയ്യുവാനോ പാടില്ല. അപ്രകാരം നാം ഇവയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും
വീടുകളിലേക്ക് വരുന്നത്. അതിനാൽ ഒരു കാരണവശാലും ഈ വീടുകളിലേക്ക് കയറി വരുന്ന ഒരു ജീവികളെയും നിങ്ങൾ ആട്ടിപ്പായിക്കരുത്. ഇനി 9ാമതായി, ഈ മകരമാസത്തിൽ സമ്പന്നത വരുവാൻ പോകുന്ന വീടുകളിലേക്ക് വന്നു കയറുന്ന ഒരു പക്ഷിയാണ് കാക്ക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കാക്കകളെയൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതല്ലേ എന്ന്. അങ്ങനെയല്ല, സ്ഥിരമായി 1-2 കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് അതീവ ശുഭകരമായ ഫലങ്ങളായിരിക്കും ആ വീടുകളിലേക്ക് നൽകുന്നത്. അപ്രകാരം കാക്കകൾ ഭക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ അത് പിതൃപ്രീതിയെയും ശനീശ്വര ഭഗവാന്റെ കടാക്ഷമൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നാം പറഞ്ഞതിൽ ഭഗവാന്റെ കടാക്ഷവുമായി നിങ്ങളുടെ വീടുകളിലേക്ക് തുടർച്ചയായി വരുന്ന ജീവികൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക. കാരണം അത് അറിയുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.